മിക്ക മെയിൻ ഡിഷിൻ്റെ കൂടെ ചേർന്ന് പോകുന്ന നല്ലൊരു സൈഡ് ഡിഷാണ് വെജിറ്റബിൾ സ്റ്റൂ. അതാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെജിറ്റബിൾസ് ഉപയോഗിച്ച് പെട്ടെന്നുണ്ടാക്കുന്നതും രുചികരവുമായ ഈ സ്റ്റൂവ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ചൂടായ പാനിൽ 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇടുക. കൂടെ തന്നെ ചതച്ച ഏലക്ക, കറുവപ്പട്ട, ഗ്രാമ്പു എന്നിവയും ഇടുക. ഇനി എരിവിനാവശ്യമായ കുരുമുളക് പൊടി, പച്ചമുളക് എന്നിവ ഇടുക. ഇവിടെ മറ്റു മുളകുകളൊന്നും ഉപയോഗിക്കുന്നില്ല. അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി ഇതൊന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല. ഇനിയും ഒരു ചെറിയ സബോള അരിഞ്ഞ് ചേർക്കുക. അതൊന്ന് വഴറ്റുക. ഗോൾഡൻ ബ്രൗൺ ഒന്നും ആകേണ്ട ആവശ്യമില്ല. ഇതൊന്ന് വഴന്നു വന്നതിന് ശേഷം കറിവേപ്പില ഇടുക. കറിവേപ്പില ഇട്ടതിന് ശേഷം 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്തിളക്കുക. അത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആക്കുക. ഇനിയും ഇതിലേക്ക് 2 പൊട്ടറ്റോയും 1 ക്യാരറ്റ് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായി ഇളക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇളക്കാനായിട്ട്. ആവശ്യത്തിന് ഉപ്പ് ഇടുക. അതിനുശേഷം 1 കപ്പ് വെള്ളമൊഴിച്ച് നന്നായി ഇളക്കി 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ, തിന്നായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിച്ചാലും മതി. ഞാനിവിടെ ലാസ്റ്റിലാണ് തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കുക. ആ സമയം 75% വെന്ത് വന്നിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് 1 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് ഇടുന്നുണ്ട്. ഫ്രോസൺ അല്ലെങ്കിൽ മറ്റ് വെജിറ്റബിൾസ് ഇടുന്ന കൂട്ടത്തിൽ തന്നെ ഇതിട്ട് വേവിക്കണം. ഇനിയും ഇതിനകത്ത് ഗ്രീൻ പീസ് ഇട്ട് കഴിഞ്ഞിട്ട് 1/2 ടീസ്പൂണ് ഗരം മസാല കൂടി ഇടുക. വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് നേരം കൂടെ ഇത് അടച്ചു വെച്ച് വേവിക്കണം. ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇനിയും കാരണം ഗ്രീൻ പീസ് കൂടെ കുറച്ച് വേകാനുണ്ട്. ഇത് അടച്ചു വെക്കുക. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുക. ഇപ്പോൾ എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മസാലകളെല്ലാം വെജിറ്റബിൾസിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പൊട്ടറ്റോ തവി കൊണ്ട് പൊടിച്ചിടുക. അത് ഈ കറിക്ക് നല്ലൊരു കൊഴുപ്പ് തരും. അങ്ങനെ പൊടിച്ചിട്ടതിന് ശേഷം ഫ്ലെയിം ലോയിലാക്കി ഇടണം. അതിനുശേഷം ഇതിനകത്തേക്ക് തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിയുമ്പം പിന്നെ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കണം. അതുപോലെ ഇതിനകത്തേക്ക് 1/2 ടീസ്പൂണ് നെയ്യ് കൂടി ചേർക്കാം. ഫ്ലെയിം ഓഫാക്കിയാലും കുറച്ച് നേരം കൂടെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നെയ്യ് ചേർത്താൽ നല്ല ടേസ്റ്റ് കിട്ടും. വേണമെങ്കിൽ നെയ്യ് ചൂടാക്കിയിട്ട് അതിൽ കാഷ്യൂ നട്ട്സും കുരുമുളക് പൊടി ഇട്ട് മൂപ്പിച്ചും ഇതിനകത്ത് ഒഴിക്കാം. അപ്പോൾ ആദ്യം കുരുമുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ മല്ലിയില ഉണ്ടെങ്കിൽ അതും ഈ സമയം ഇടാവുന്നതാണ്. ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ സ്റ്റൂ തയ്യാറായി. അപ്പത്തിൻ്റെയും പത്തിരിയുടെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെയുള്ള ബെസ്റ്റ് കോമ്പിനേഷനായ ഈ സൈഡ് ഡിഷ് പെട്ടെന്ന് ഉണ്ടാക്കാനൊക്കും. അതുപോലെ രുചിയായിട്ട് കഴിക്കാനും ഒക്കും. ഗ്രീൻ പീസ് അധികം വെന്തു പോകാതെ ശ്രദ്ധിക്കണം. ഹെൽത്തിയും ടേസ്റ്റിയുമായ ഈ വെജിറ്റബിൾ സ്റ്റൂവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.